സോ ഗൈസ്, ഞാൻ രാവിലെ എണീറ്റിട്ടേ ഉള്ളൂ ഗൈസ്. നമ്മളിന്ന് നമ്മുടെ വീഡിയോൻ്റെ പാർട്ട് 2 ആയിട്ട് കാണാൻ എന്ന് വെച്ചാൽ നമ്മളിന്ന് അടിച്ച് മാറ്റാൻ പോകുന്നത് ലംബോർഗിനിയുടെ ഗോൾഡൻ വേർഷനാണ് ഗൈസ്. അപ്പം ഞാൻ ഇപ്പോഴത്തെ കളക്ഷൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താണെന്നുള്ളത്. നമുക്ക് പെട്ടെന്ന് പോവാം ഗൈസ്. അയ്യോ, ഈ വഴി പോണോ വേണ്ട ഈ വഴി തന്നെ ഓടിപ്പോണം. സോ ഗൈസ്, നമ്മുടെ ഇപ്പോഴത്തെ കളക്ഷനാണ്. എമറാൾഡ് സുബേറെ കളർ ഞാൻ പെയിൻ്റ് അടിച്ച മതി. പോയിസ് ഇത് കുതിര, ഈ കുതിര മാറിക്ക് എൻ്റെ RGB ആണ്. വെറുതെ ഇപ്പം RGB ലംബോർഗിനി, സാധാ ലംബോർഗിനി, മോൺസ്റ്റർ ട്രക്ക്, റോൾസ് റോയ്സ്. മാറും കുതിര. അയ്യോ, ചാടിപ്പോയി അയ്യോ ചാടിപ്പോയി. അത് ചെയ്യുന്നില്ല. അപ്പം നമ്മുടെ ഇത് ഇത്ര ആണ് നമ്മുടെ കയ്യിലുള്ളത്. ഇന്ന് നമ്മൾ ഗോൾഡൻ ആണ് അടിച്ചു വെച്ചാൽ പോണത്. ഈ കുതിര ചത്തെങ്കിൽ കിടന്ന് അയ്യോ ഞാൻ വീണ്ടും വീണ് ഗൈസ്. ഈ കുതിര ഇവിടുത്തെ ബാഡ് ലക്കാണ്. ഇത് ചത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ഓടിക്കാൻ പറ്റൂല, അത് നിങ്ങൾക്കറിയാലോ. അപ്പം ഇന്ന് ചെക്ക് ചെയ്യാം. ഇത് ചത്ത് കാണുമായിരിക്കല്ലേ? ചത്തിട്ടുണ്ടെന്ന് തോന്നണം. നമുക്കെന്തായാലും പോവാം. അപ്പം നമ്മൾ ഇന്ന് നമ്മൾ ഗോൾഡൻ ലംബോർഗിനി അടിച്ചു വെച്ചാൽ പോണത്. ഈ വട്ടം ഞാൻ അത് മറന്നില്ല കാര്യം. എന്നുവെച്ചാൽ നമുക്ക് ഷിൻചാൻ്റെ അടുത്ത് പോയി പെട്ടെന്ന് പറയാം. ഷിൻചാൻ്റെ അടുത്ത് പോയി പറയാം. അവൻ ഞാൻ പറഞ്ഞിരുന്നല്ലേ, അവൻ പറഞ്ഞപ്പോൾ പറ്റില്ല, ഞാൻ സിൽവർ അടിച്ചു മാറ്റാൻ പോകണമെന്നൊക്കെ. അപ്പം അവനെ ഏറ്റവും RGB ആണ്. RGB പ്രതീക്ഷയ്ക്ക് അടിച്ചു മാറ്റി കൊടുത്തപ്പോൾ ഇങ്ങനെയാണ് അവൻ പറഞ്ഞത്. അപ്പം ഞാൻ വെറുതെ പോയി സർപ്രൈസ് കൊടുക്കാം. അവരോട് പറയാം ഞാൻ വെറുതെ ഒരു കാർ അടിച്ചു മാറ്റാനാണ് പോകണമെന്ന് പറയാം. ചാടിക്കറട്ടെ. എടാ ഷിൻചാനെ, ഞാനൊരു കാർ അടിച്ചു മാറ്റാൻ പോവാണേ. ശരി ഫ്രാങ്ക്ലിൻ ബൈ പോയി അടിച്ചു മാറ്റി കൊണ്ടുപോവാ. സിൽവർ അല്ല അടിച്ചു മാറ്റാൻ പോണേ, പോയിട്ട് വാ പെട്ടെന്ന്. സോ ഗൈസ്, ഷിൻചാൻ ഞാൻ പറഞ്ഞില്ല അവനോട് സിൽവറാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഷിൻചാൻ്റെ മനസ്സിൽ ഞാൻ സിൽവർ അടിച്ച് അയ്യോ ഞാൻ ഹാക്ക് ചെയ്തതാണ് ഗൈസ്. വെറുതെ തമാശ, ഞാൻ ഹാക്ക് ചെയ്തതാണ്. ഷിൻചാൻ്റെ മനസ്സിൽ നമ്മൾ അടിച്ചു മാറ്റാൻ പോണ സിൽവറാന്നാണ്. നമുക്കവനെ ഗോൾഡ് കൊടുത്ത് ഞെട്ടിക്കണം. ഇനി ആദ്യം നമ്മൾ ഡൊമിങ്കോസിൻ്റെ അടുത്താണ് പോകാൻ പോകണം. അവനിപ്പം ഞാൻ വിളിക്കാനുള്ള, ഞാൻ വീടിൻ്റെ അടുത്ത് എത്തിയിട്ട് വിളിക്കാം, അതായിരിക്കും ബുദ്ധി. എന്തായാലും പെട്ടെന്ന് നമുക്ക് പോവാൻ കഴിച്ചു. ഇന്ന് ഞാൻ ഭയങ്കര എനർജിയിലാണ്, കാരണം ഗോൾഡാണ് അടിച്ചു മാറ്റാൻ പോണത്. എനിക്കറിയില്ല ഈ ഗോൾഡ് ഇനി എവിടെയാണ് ഇരിക്കണമെന്നൊന്നും. എന്തായാലും നമ്മളത് എടുത്തിരിക്കും, കാരണം ഇവിടുത്തെ ഏറ്റവും റെയർ കളക്ഷൻ എൻ്റെയാണ് ആമോണം. ഓരോ സ്ഥലത്തുനിന്നും ഞാൻ ഇത് അടിച്ചു മാറ്റിയിരിക്കുക. അടുത്തത് സിൽവർ വരാൻ ചാൻസ് കുറവാണ് കേട്ടോ. സിൽവർ ഈ സിറ്റി ഇല്ലെന്നാണ് എൻ്റെ അറിയില്ല. എന്തായാലും നമുക്ക് നേരെ ഡൊമിങ്കോസിൻ്റെ വീട്ടിലേക്ക് പോവാം. ഇന്ന് വല്ല മിഷനും തന്നാൽ എൻ്റെ തലയടിച്ച് ഇരിച്ചിട്ട് ഞാൻ ചോദിക്കും ലൊക്കേഷൻ പറ, എനിക്ക് മിഷനൊന്നും ചെയ്യാൻ സൗകര്യമില്ലെന്ന്. അഥവാ ഇപ്പം അവൻ അടുത്ത ആഴ്ച ചെയ്ത് തരാൻ പറഞ്ഞാൽ അത് കുഴപ്പമില്ല. എല്ലാ ദിവസവും മിഷൻ ചെയ്യണം, നടക്കണ പണിയല്ലേ. ഇന്നലെ തന്നെ എൻ്റെ അറിയാലോ ഗൈസ്, ഞാൻ എന്ത് വീഴ്ച എത്ര മേലേന്ന് വീണമെന്ന് അറിയാലോ. തന്നെ കുറച്ച് നല്ല പണി മാറിയിട്ടുണ്ട്. അയ്യോ ബാഡ് ലക്കാണ് ഗൈസ്. ആ സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കിയേക്ക് 1 മാസമായിട്ട് തുടങ്ങിയതാണ്. അയ്യോ മറഞ്ഞു പോയില്ല ഗൈസ്. ഇത് നേരെ ആണുള്ള ഇനി ഒരു വഴിയേ ഉള്ളൂ ഗൈസ്, ഇറങ്ങാം. ഇതിനകത്ത് തലയിലിറങ്ങി. അയ്യേ കാറിലെ ഇജക്റ്റ് മോഡ് ഓണായിരുന്നു ഗൈസ്, അതാണ് ഞാൻ നേരെ ചെന്ന് അയ്യോ സീനായി ഗൈസ്. എന്തായാലും നമുക്ക് ഓടി അവൻ്റെ അടുത്തേക്ക് പോവാം. അയ്യോ അവന് വിളിക്കണ്ടേ ഗൈസ്, നിൽക്ക് പോണത്. ഡൊമിങ്കോസ്, ഞാൻ നിൻ്റെ വീട്ടിലേക്ക് വരുവാണ്. ആ ഗോൾഡൻ നമ്പർ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു തന്നെ. നീ വീട്ടിലേക്ക് പെട്ടെന്ന് വാ, ഞാൻ ഗോൾഡൻ ലംബോർഗിനിയുടെ ലൊക്കേഷൻ അപ്പോഴേക്കും കണ്ടുപിടിച്ച് വെച്ചേക്കാം, പെട്ടെന്ന് വന്നേ. സോ ഗൈസ്, ഈ വട്ടം ഡൊമിങ്കോസ് എന്താ ഇങ്ങനെ സംസാരിച്ചെന്നറിയില്ല. അവൻ പെട്ടെന്ന് വരാനൊക്കെയാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നത് എന്താ 16ൻ്റെ പണി വെച്ചിട്ടുണ്ട്. ഇവൻ 8ൻ്റെ പണിയൊന്നും ഇല്ല, കാര്യമാണെങ്കിൽ 16ൻ്റെ പണിയായിരിക്കും വെച്ചേക്കണത്. അറിയില്ല ഗൈസ്, എന്ത് പണിയാണെങ്കിലും മിഷൻ എങ്ങാനും പറഞ്ഞാൽ അവൻ്റെ തലയടിച്ച് വന്നിരിക്കും, അതൊക്കെ അത്രേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. എന്തായാലും പെട്ടെന്ന് പോവാം. അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം, വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ആ മിഷൻ തന്നാൽ ഞാൻ അവനെ പിടിച്ചിരിക്കും, അതൊക്കെ അത്രേ ഉള്ളൂ ഗൈസ്. നമുക്ക് എന്തായാലും സ്റ്റെപ്പിൻ്റെ അപ്പുറത്തേക്ക് ചാടിപ്പോയി അറിയാതെ. നിങ്ങളത് സംസാരിച്ചപ്പോൾ എൻ്റെ കോൺസെൻട്രേഷൻ പോയി. പക്ഷെ നിങ്ങളത് സംസാരിക്കാൻ പറ്റില്ലല്ലോ, അതല്ലേ കാര്യം. എടാ അതെന്താ കാര്യം എന്ന് വെച്ചാ
ഒരാഴ്ച കൂടുമ്പോ നിനക്ക് ഞാൻ മിഷൻസ് തരാം, നീ ചെയ്തെന്ന അതിന്റെ പ്രതിഫലമായിട്ട്. അവന്റെ ആ കാറ് എവിടെയാന്ന് വെച്ചാൽ ഈ ഇവിടുത്തെ ഏറ്റവും വലിയ പണക്കാരന്റെ വീടിന്റെ ഗരാജിലാണ്. അപ്പൊ അവിടെ കുറെ സെക്യൂരിറ്റി കാര്യങ്ങളുണ്ട്, നീ സൂക്ഷിച്ചു എടുത്തിട്ട് തന്നെ. ഗുഡ് ലക്ക്. സോ ഗൈസ്, ഡൊമിങ്കോസ് ഇന്ന് നല്ലൊരു മൂഡിലാണ് ഇരിക്കുന്നത്. അയ്യോ, അവന് നല്ല മൂടായപ്പോൾ എനിക്ക് ചീത്തോടെ. അപ്പം നമുക്ക് എന്തായാലും പെട്ടെന്ന് പോയി കാർ എടുക്കാം. ഇവൻ ഇത് പറഞ്ഞപ്പോഴേക്കും എനിക്കൊരു പ്രത്യേക എനർജി കയറി. കാരണം മിഷൻ അവൻ തന്നില്ലല്ലോ. ഇനി ഒത്തൊരു വഴിയുള്ള പണക്കാരൻ്റെ വീട് എനിക്കറിയാം എവിടെയാണ്. അത് കാരണം ലൊക്കേഷൻ അയച്ചു തരണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഇവൻ ഇനി ഞാനൊരു കാർ അടിച്ചു മാറ്റിയിട്ട് ആ സ്ഥലത്തേക്ക് പോവാം. ഇവിടെ ഒന്നും കാറ് കാണുന്നില്ലല്ലേ. ഞാൻ പോവാന്ന് പറഞ്ഞപ്പോൾ തന്നെ ഇവിടെ ഒരു കാറും ഇല്ല, മണ്ണാങ്കട്ടില്ല. കാർ അടിച്ചു മാറ്റാം, പെട്ടെന്ന് പോവാം. ചേട്ടാ കാറ് തരുമോ ചേട്ടാ? കാറും ഇല്ല തേങ്ങയില്ല, പെട്ടെന്ന് നോക്കൂ. എനിക്ക് കാറിലല്ലേ, പെട്ടെന്ന് ഇറങ്ങടാ ഇവിടെ നിന്ന്, ഇറങ്ങിപ്പോടോ. വലിയ ആളായ വന്നേക്കണം. നമ്മളടുത്ത കളി കിടക്കണ കിടപ്പ് കണ്ടില്ലേ, രാജാവാണെന്ന വിചാരം. ഇതാരാണെന്ന് പോലും നമുക്കറിയില്ല. എന്തായാലും നമുക്ക് പെട്ടെന്ന് പോവാം. നമ്മുടെ മിഷൻ ഇന്ന് നമ്മൾ ഗോൾഡൻ ലംബോർഗിനി അടിച്ചു മാറ്റിയിരിക്കും. ഇതാണ് അയ്യോ പറന്ന് ഗൈസ്, നേരെ എയറിലായി. അത് അതിവിപ്ലവകരമായ കാര്യം വീണ്ടും സംഭവിച്ചിരിക്കുന്നു ഗൈസ്. ഇനിയും കുറേ വിപ്ലവകരമായ സംഭവങ്ങൾ ഇനി ഇരിക്കുന്നു. അത് നിങ്ങൾ ബാക്കി വീഡിയോ കണ്ടാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ തോക്കെടുത്തോണ്ട് പോവാം. തോക്കിന് നല്ല വെയിറ്റ് ഉണ്ട് ഗൈസ്. എന്ത് പറയാനും, മെഷീൻ ഗണ്ണിന് അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. അപ്പം ഒന്നുമില്ലെങ്കിൽ അവിടെ സെക്യൂരിറ്റി ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞില്ലേ വെയിറ്റ് ഉണ്ട്, അപ്പം എടുക്കാവുക. ഒന്നുമില്ലെങ്കിൽ അവിടെ സെക്യൂരിറ്റി ഉണ്ടാവില്ല. അവിടെ ആരും ഉണ്ടാവില്ല. നമുക്ക് കാർ സുഖമായിട്ട് എടുക്കുമ്പോൾ തന്നെ അറച്ചം പോലീസ് വരും. അല്ലെങ്കിൽ അവിടെ ടൈറ്റ് സെക്യൂരിറ്റി ആണ്. ഇപ്പം ഇവിടെ എങ്ങും ആരും ഇല്ല. എൻ്റെ അർത്ഥം ചിലപ്പോൾ പോലീസ് വരും, ചിലപ്പോൾ പോലീസ് വരില്ല. 50-50 ചാൻസാണ്. മെഷീൻ ഗണ്ണെടുത്ത് പോകാൻ കഴിച്ച ആരെങ്കിലും വന്ന് പെട്ടവനെ അടിച്ച് താഴെപ്പെടും. ഗരാജ്, ഇയാളുടെ വീടിന് പ്രത്യേകത ഗരാജ് പുറകിലാണ് വെച്ചേക്കണത്. ഭയങ്കര ടോപ്പ് സീക്രറ്റാന്ന് വിചാരം. അയാളാണ് ചക്കയാണ് അയാൾ. ഭയങ്കര ടോപ്പ് സീക്രറ്റ്. എവിടെ ഗരാജ് ഇവിടെ അല്ലല്ലോ. ഇനിയും കുറച്ചും കൂടി പോകണം കഴിച്ച്. നമ്മൾ സിറ്റിയുടെ അല്ല, ഈ വീടിൻ്റെ പുറകുവശത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് പുള്ളിക്കാരൻ്റെ വിപ്ലവകരമായ ഭയങ്കര വലിയ ഗരാജ്. ഇതിനുള്ളിൽ വണ്ടിയില്ല ഇപ്പം, പക്ഷെ അത് അവിടെ പോയി നിന്നിട്ട് 5 മിനിറ്റ് കഴിയുമ്പോൾ ഇവിടെ വണ്ടി വരും. അതാണ് ഒരു ടൈപ്പ് സെൻസറാണ്. അപ്പം നമുക്ക് നോക്കാം. സോ ഗൈസ്, നമ്മുടെ ഗോൾഡൻ ലംബോർഗിനി ഹാജരായിരിക്കുന്നു ഗൈസ്. ഇനി ഇതിൻ്റെ ഉള്ളിൽ കയറി നമുക്ക് നേരെ വിടാം ഗൈസ്. വേറൊരു പരിപാടിയില്ല ഗൈസ്. ഗൈസ്, പോലീസ് വന്ന് ഞാൻ പറഞ്ഞില്ല ഗൈസ്. അവിടെ കാറുകാരനെ വന്ന് ഇടിച്ചിട്ട് ഇവിടുത്തെ പോലീസുകാരും വട്ടന്മാരല്ല, പ്രാന്തന്മാരല്ല, അതൊക്കെ മേലെയുള്ള ആൾക്കാരാണ്. അപ്പം ഇനി ഒരു വളരെ വലിയ ചേസാണ് നടക്കാൻ പോകുന്നത് ഗൈസ്. ഇടിക്കല്ലേ. ഇപ്പം ഒന്നും പറ്റിയിട്ടില്ല. അല്ലെങ്കിൽ ഇപ്പം ഇനി ആ വീടിൻ്റെ ആ ഡയറക്ഷനിലേക്ക് വിടാൻ അവിടം വരെ പോകുമ്പോഴേക്കും നമ്മുടെ 2 സ്റ്റാർ പോവായിരിക്കുമല്ലേ. ഞാൻ എന്ത് ചെയ്ത് ഈ 2 സ്റ്റാർ വരാൻ? ആകെ ഒരു ഗോൾഡൻ ലംബോർഗിനി എൻ്റെ അടിച്ചെത്തുള്ളൂ. ഗോൾഡൻ ലംബോർഗിനി അടിച്ചെടുത്തില്ല, അത് കാരണമൊക്കെ ആയിരിക്കും, അറിയില്ല. ഇപ്പോൾ 1 സ്റ്റാർ പോയി. 1 സ്റ്റാർ പോയാൽ പിന്നെ സീനില്ലായിരിക്കുമല്ലേ. ഞാൻ വീട്ടിലേക്ക് പോയാലോ. അയ്യോ ഇപ്പം ജസ്റ്റ് മിസ്. എനിക്ക് 1 സ്റ്റാർ ആയാലാണ് അവർക്ക് ഭ്രാന്ത് പോകണം. അയ്യോ, എൻ്റെ വീട്ടിൽ കയറില്ല. വീട്ടിൽ കയറില്ല. അവന്മാർക്ക് മനസ്സിലായില്ലെന്ന് തോന്നാൻ അറിയില്ല. എന്തായാലും നമുക്ക് പെട്ടെന്ന് ഈ വഴി കയറി ഇവിടെ നിന്ന് നോക്കാം. അവന്മാർ വരുമോ ഇല്ലയോ എന്ന്. ഇവിടെ ഇങ്ങോട്ട് കയറുമോ? ഗൈസ്, ഇവിടെ ഇല്ല. നമുക്ക് റിവേഴ്സ് ഇട്ട് ചെല്ലാം. നേരെ ചെന്ന് അവന്മാർ മുമ്പാവും അടിച്ച് പൊളിച്ചെറിയും. പിന്നെ ഇവിടെ പുറകിലോട്ട് അതിൻ്റെ റിവേഴ്സ് ആ ലൈറ്റൊക്കെ അടിച്ചു പോകുള്ളൂ. അപ്പോൾ ശരിയാക്കാൻ വലിയ കാശൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇവന്മാരുടെ കളിപ്പിക്കൽ അവരുടെ ഭ്രാന്ത് കളി കഴിഞ്ഞെന്ന് തോന്നണേ. ഗൈസ്, ഇവന്മാരുടെ ഭ്രാന്ത് കഴിഞ്ഞിട്ടില്ല. ഇല്ല പറന്നു വന്ന് ഇടിച്ചെൻ്റെ ലൈറ്റെങ്ങാനും പോയാന്ന് ഞാൻ എൻ്റെ തലയിടിച്ച് ഞാൻ തിരിച്ചേന്. അയ്യോ ജസ്റ്റ് മിസ്. ഇവന്മാർക്ക് മുഴുവട്ടാണ് കേട്ടോ. 1 സ്റ്റാർ ഉള്ളപ്പോഴാണ് ഇവന്മാർക്ക് വട്ട് കൂടാൻ. 2 സ്റ്റാർ ഉണ്ടായപ്പോൾ ഇപ്രകാരം ഒന്നും ഇവന്മാർ കാണിച്ചില്ല കേട്ടോ. ഇനി ഒറ്റ വഴിയുള്ളൂ. കുറച്ച് ദൂരം ആ പുല്ലിൻ്റെ ആ വഴി പോകും ഗൈസ്. അതായിരിക്കും നല്ലത്. അതോ ഈ വഴി പോകണോ?
വേണ്ട 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 തിരി അയ്യോ പൊട്ട തലടിച്ചിരിക്കും ഞാൻ പെട്ടെന്ന് ആളൊന്നോ പോവാൻ ഗൈസ്. വേറെ വഴിയൊന്നുമില്ല. ഈ ദുഷ്ടന്മാർ എന്ത് ശല്യമാണെന്നറിയോ ഗൈസ്. നമുക്കെന്തായാലും പെട്ടെന്ന് ഈ അയ്യോ എന്തോരം ആൾക്കാരാണ് ഗൈസ്. നമുക്കിനി തിരിച്ചുവിടാം. സ്റ്റാർ പോയി ഇപ്പം സീനൊന്നുമില്ല. നമ്മുടെ സ്റ്റാർ പോയി കിട്ടിയിട്ടുണ്ട്. ഓ സ്റ്റാർ പോയിട്ട് പോലീസ് സ്പോണായ ഇനി സീനില്ല. സ്പോണായാലും കുഴപ്പമൊന്നുമില്ല ഗൈസ്. നമുക്ക് വീട്ടിൽ പോയി ഇനി സ്റ്റാർ പോയിട്ട് പോലീസ് വന്നാൽ ഞാൻ എൻ്റെ വീട്ടിൽ കയറിയിട്ട് വണ്ടി എടുക്കാൻ സമ്മതിക്കില്ല. നേരെ മെഷീൻ ഗണ്ണിട്ട് വെടിവെച്ച് തീർത്ത് കളയും അവന്മാരെ. നമുക്കെന്തായാലും ഇത് കൊണ്ടുപോയി പെട്ടെന്ന് പാർക്ക് ചെയ്യാം ഗൈസ്. അയ്യോ ഇവിടെ നമുക്ക് ഈ വഴിക്ക് വെച്ച് പാർക്ക് ചെയ്യാം. അപ്പോൾ സുഖമായിട്ട് പാർക്ക് ചെയ്യാമല്ലോ. അയ്യോ മറന്നുപോയി. റോസ് വോയിസ് ഇവിടെയാണ്. എന്നാലും കയറ്റാൻ നോക്കിയാലോ. ഇല്ല സുപ്രയുടെ പണി പോവും നമ്മൾ ആ വഴി കയറ്റി. അപ്പോൾ പാർക്ക് ചെയ്യാൻ ഇനി ഇച്ചിരി സമയം എടുക്കും ഗൈസ്. അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യണേ. എന്താന്ന് വെച്ചാൽ നമുക്ക് ഈ വഴി കയറ്റി നൈസായിട്ട് പെട്ടെന്ന് പാർക്ക് ചെയ്ത് കൊടുക്കാം. ഓ ഇവിടെ ഇങ്ങനെ കയറ്റാല്ലേ. റിവേഴ്സ് എടുത്ത് കാര്യങ്ങൾ പാർക്ക് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും ഗൈസ്. ഞാൻ പാർക്ക് ചെയ്യുക കാരണം എൻ്റെ പുതിയ PC ഒക്കെ നിങ്ങൾ കണ്ടല്ലോ ഗൈസ്. ജാമ്പവൻ്റെ കാലത്തെ PC ആണ് ഗൈസ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് കാശ് തന്നാൽ സബ്സ്ക്രൈബ് ചെയ്താലേ കാശ് വരുള്ളൂ. അപ്പോൾ എന്നാലും നമുക്ക് PC ഒക്കെ മാറ്റി ഗെയിമിങ് വീഡിയോസൊക്കെ ഇടാൻ പറ്റുള്ളൂ. ഗെയിമിംഗ് അല്ല, നമ്മൾ വേണമെങ്കിൽ ഒരു ഗെയിമിങ് ചാനലൊക്കെ തുടങ്ങാം. അപ്പം നമുക്ക് ഇത് പാർക്ക് ചെയ്ത് കയറാനില്ലല്ലോ ഇത്. അയ്യോ സീനില്ല ജസ്റ്റ് ഒന്ന് രസമുള്ളു. അയ്യോ ഇറങ്ങുമ്പോൾ അതിൻ്റെ മേലെ ചാടിക്കോ അത്രേ ഉള്ളൂ ഗൈസ്. സോ ഗൈസ് നമുക്ക് നേരെ ഷിൻചാൻ്റെ അടുത്തേക്ക് പോകാം. അവൻ്റെ റിയാക്ഷൻ എന്തായിരിക്കുന്നു. കാരണം നമ്മൾ അവനോട് പറഞ്ഞാൽ നമ്മളാകെ സിൽവറാണ് അടിച്ചു മാറ്റണമെന്നൊക്കെയാണ്. സിൽവർ ഈ സിറ്റി തന്നെ ഉണ്ടാകുന്നത് ദൈവത്തിന് മാത്രമേ അറിയുള്ളൂ. അപ്പം നമുക്ക് ഷിൻചാൻ്റെ അടുത്ത് പറയാം. കാരണം സിൽവർ എന്ന് വെച്ചാൽ ഈ ഫ്ലോറിൻ്റെ കളറൊക്കെ കാറ് കാണാൻ തന്നെ ഒരു ഭംഗി ഉണ്ടാവില്ല. അത് കാരണമാണ് അവന് ഇഷ്ടമല്ലാത്തത്. സിൽവറിന് മൂല്യമൊക്കെ ഉണ്ട് കേട്ടോ, അത് വേറെ കാര്യം. അപ്പം നമുക്ക് ഷിൻചാന് പോയി ഒരു സർപ്രൈസ് കൊടുക്കാം. എനിക്ക് 24 മണിക്കൂർ ഇപ്പോൾ ജിമ്മിലാണ് കേട്ടോ, എന്താണെന്നറിയില്ല. എടാ ഷിൻചാനെ, നിനക്ക് ഒരു സർപ്രൈസ് ഉണ്ട്, പെട്ടെന്ന് താഴത്തേക്ക് പോവാ. ശരി ഫ്രണ്ട്, ഞാൻ പെട്ടെന്ന് വരാം. നീ പെട്ടെന്ന് പുറത്തേക്ക് വാ. ഞാൻ എന്താ ഓടിപ്പോയി ആ സ്ഥലത്ത് നിൽക്കും. സോ ഗൈസ് ഷിൻചാൻ അയ്യോ ഞാൻ വീണ്ടും ഇത് ശരിക്കും വീണാണ് ഗൈസ്. നടുപോയി. അത് ഞാൻ നേരത്തെ ആക്ട് ചെയ്തതാണ്. സോ ഗൈസ് ഷിൻചാൻ പുറകെ പതിയെ ഓടി വരുമ്പോഴേക്കും നമുക്ക് നേരെ നമ്മുടെ സ്ഥലത്തേക്ക് വിടാം. ഷിൻചാൻ എന്തായാലും പതിയെ ഓടി വരുള്ളൂ, അങ്ങനെയാണല്ലോ, അവൻ ചെറുതാണല്ലോ. ഒന്നാമതായ തീരെ പൊക്കോ ഇല്ല. പിന്നെ അവൻ ഉരുണ്ട് ഓടി വരുമ്പോഴേക്കും 1 മണിക്കൂർ എടുക്കും. പക്ഷേ ആഫ്റ്റർ വർക്കൗട്ട് ട്രാൻസ്ഫോർമേഴ്സ് നിങ്ങൾക്ക് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനൊക്കെ ഓളി വെച്ചേക്കാം, എന്നാലേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ഇവിടെ ഷിൻചാനെ നീ ഇത്രയും പെട്ടെന്ന് ഓടി വന്നേ. ഇങ്ങനെയുണ്ട് നമ്മുടെ ഗോൾഡൻ ലംബോർഗിനി. ഈ കാറ് കൊള്ളാട്ടെ, ഇത് നന്നായിട്ട് അടുത്തോട്ട് ഇതിന്റെ എല്ലാത്തിന്റെ ഗോൾഡൻ RGB എല്ലാം അടിച്ചു മാറ്റണേ. ഷിൻചാൻ നമ്മുടെ കളക്ഷൻ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടു. ഇനി ഇതിന്റെ കുറെ പാട്ടുകളുണ്ട്. അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ബെല്ലൈക്കൻ ഞെക്കി ഓൾ ഞെക്കിയാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പം